അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി തുടർന്ന ഉത്തർപ്രദേശ് സർക്കാർ ഗാസിയാബാദിലെ ഗോഡയിൽ മദ്രസകൾ പൊളിച്ചു നീക്കി. അനധികൃതമായി പ്രവർത്തിക്കുകയായിരുന്ന മദ്രസകൾക്കെതിരെയാണ് യോഗി സർക്കാരിന്റെ നടപടി. ആദർശ് ടി.എസ്. വിശദാംശങ്ങൾ നൽകും. ആദർശ്, ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ യോഗി സർക്കാരിന്റെ നടപടി തുടരുകയാണോ? ഈ മദ്രസകൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണ് UP സർക്കാർ നൽകുന്നത്? ഗൗതം, ഇതിൽ ഗാസിയാബാദ് പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഈ മദ്രസകൾ പ്രവർത്തിച്ചത് അനധികൃതമായാണ്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ അംഗീകാരം ഈ മദ്രസകൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഈ മദ്രസകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയും ഈ മദ്രസകളിലേക്കുള്ള കുടിവെള്ള വിതരണവും വൈദ്യുതിയും വിച്ഛേദിക്കുകയും ചെയ്ത് പിന്നാലെയാണ് പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വലിയ സുരക്ഷാ സന്നാഹവും പോലീസ് ഒരുക്കിയിരുന്നു. കാരണം നേരത്തെ ഇവിടെ ബലിപ്പെരുന്നാൾ ദിനത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വലിയ പോലീസ് സന്നാഹം ഈ പൊളിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള അനധികൃത മദ്രസകൾക്കെതിരെയുള്ള നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ഗാസിയാബാദ് പോലീസ് അറിയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ മതിയായ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DCP നൽകുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ മദ്രസകൾക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയോ മദ്രസ ബോർഡിൻ്റെയോ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഗൗതം, ഉത്തർപ്രദേശിൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി തുടരുകയാണ് യോഗി സർക്കാർ. ഗാസിയാബാദിൽ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആദർശ് TS ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതിയിട്ട് 2 പേർ പിടിയിൽ. പ്രതികളിൽ നിന്നും IED ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തു. മൊഹാലിയിലെ പൊതുകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. പാക് ഭീകര ശൃംഖലയുമായി ബന്ധമുള്ളവരെയാണ് പിടികൂടിയത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലാണ് ഭീകരരെ പിടികൂടിയത്.